എന്താ പറയുക പാക്കേജിൻ്റെ ഫൈനൽ ഡേ ആണ്. അതായത് 3 നൈറ്റ്സ് കഴിഞ്ഞ് നാളെ രാവിലെ നമ്മൾ പോകും കേട്ടോ. അപ്പം ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ, സ്റ്റേ ചെയ്യുന്ന ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ട് നമ്മുടെ പാക്കേജ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആസ് യൂഷ്വൽ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ബ്രെഡ്, സോസേജ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിന് പോവാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ മാൽദീവ്സിലെ ഫൈനൽ ഡേ ആണ്, അതായത് 3rd ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും നമ്മുടെ പാക്കേജിനുള്ളിലുള്ളതല്ല, ഇത് നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ ഇതൊക്കെ ചെയ്യാതെ പോകുന്നത് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ $120 നമുക്ക് ഒരു 4 വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഒരു പാക്കേജ് ആയിട്ടാണ് അവർ തരുന്നത്. അതെല്ലാം ഹോട്ടലുകാരാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരാണ് നമ്മളിതിനെ കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ളത് പാരാസെയിലിംഗ് ഉണ്ടാവും, ജെറ്റ് സ്കീ, അതുപോലെ ഫൺ ട്യൂബ്, കയാക്കിങ്, ഇത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പാരാസെയിലിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഒരു ബോട്ടിൽ പോയിട്ടാണ്, ആ പാരാസെയിലിങ്ങിൻ്റെ ഒരു സ്പോട്ട് ഉണ്ടാവും, അവിടെ വെച്ചിട്ടാണ് അവരത് നിവർത്തി നമ്മളത് കയറ്റുന്നത് കേട്ടോ. പിന്നെ നല്ല വെയിലായിരുന്നു, പക്ഷേ നമ്മളെ ബോട്ട് എടുത്ത് കഴിയുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ പാരാസെയിലിംഗ് പോകുന്ന സമയത്ത് നല്ല ഹൈറ്റിൽ പോകുമ്പോൾ വെയിലത്ത് കരിഞ്ഞു ഉണങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആ ഒരു സ്പോട്ടിൽ എത്തുമ്പോൾ നമ്മൾ ആ ഒരു പാരഷൂട്ട് പൊങ്ങുമ്പോഴേക്ക് ശരിക്കും ഒരു വെയിലോ ചൂടോ ഒന്നും തന്നെ അറിയില്ല. ഞങ്ങൾ തന്നെ ഇത് ചെയ്യാൻ ഇറങ്ങിയത് ഏകദേശം ഒരു 11 മണി ആ ഒരു ടൈമിലാണ്. നല്ല വെയിലുള്ള സമയത്ത് തന്നെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ആ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഇവർ വളരെ സേഫായിട്ട് എല്ലാ സേഫ്റ്റി മെഷേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഹൈറ്റ് പേടിയുള്ളവർക്ക് കുറച്ച് ഇതൊന്ന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പേടിക്കും, അല്ലാതെ ഒരു പ്രശ്നമില്ല കേട്ടോ. ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ പാരാസെയിലിങ്.
കഴിഞ്ഞിട്ട് പോവാണ് നമ്മൾ കയാക്കിങ്ങിന്. ഇപ്പം നമ്മൾ ജെറ്റ് സ്കി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, അതിൻ്റെ വീഡിയോ എടുക്കാൻ. ഇവിടെ ഇപ്പോൾ ആകെ കൂടെ ഒരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെറ്റ് സ്കി എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ മാത്രം കിട്ടിയില്ല. ആകെ 2 ആക്ടിവിറ്റീസിന് മാത്രമേ ഒരു ഡ്രോൺ ഷോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതേ കയാക്കിങ്ങിന് പോവാണ്. തുഴഞ്ഞു കടല് നോക്കും, വെള്ളം നോക്കുക. അയ്യോ എന്തൊരു ഭംഗിയാ. അപ്പോൾ നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ രാവിലെ നേരത്തോടെ തന്നെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ലെഷർ ടൈം എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ പബ്ലിക് ബീച്ചുകൾ ഒരുപാടുണ്ട്, പ്രൈവറ്റ് ബീച്ച് എല്ലാം നല്ല സൂപ്പറാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. മിസ്റ്റർ ഹസ്ബൻഡ്, സോപ്പ് ഇതുവരെ കഴിഞ്ഞല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. ജസ്റ്റ് വൈകുന്നേരം ഒന്ന് കറങ്ങിയിറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലത്തെ ആ ഒരു വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു നാപ്പൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് ഒന്ന് ജസ്റ്റ് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലും പിന്നെ അതുപോലെ തന്നെ സറൗണ്ടിങ് കുറച്ച് ഹോട്ടൽസിൻ്റെ ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ബീച്ച് അതുപോലെ പബ്ലിക് ബീച്ച് ബിക്കിനി ബീച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെഷർ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ. നല്ല വൈറ്റിഷ് ആയിട്ടുള്ള സാൻഡാണ്, അതാണ് പ്രത്യേകത കേട്ടോ. പിന്നെ കടലിൻ്റെ ഭംഗി പറയണ്ടല്ലോ. അപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒരു വാക്കിനൊക്കെ ഇറങ്ങാനായിട്ട് നല്ല 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 സ്പോട്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഫോട്ടോസും ഒരു ചെറിയൊരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ DJ പാർട്ടീസൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇത് നമ്മളെ ഹോട്ടലല്ല, വേറൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ എൻട്രി റെസ്ട്രിക്ഷനൊന്നും കണ്ടില്ല, എല്ലാവർക്കും എൻട്രി ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചുകൾ ഇനിയും അങ്ങോട്ട് അപ്പുറത്തൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതൊന്നും നമുക്ക് വന്ന ടൈമിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് വാക്കിന് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ മാൽദീവ്സിലെ ലാസ്റ്റ് ഡിന്നറാണ്. ഫസ്റ്റ് ഡേ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് നാളെ 12:10 കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ നാളെ 8 മണിക്ക് തന്നെ ബോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ 7:30 ആകുമ്പോൾ തന്നെ റെഡിയായി പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങണം. ഓക്കെ, ബൈ. ഇപ്പോൾ സ്റ്റീംഡ് റൈസ്, പാസ്ത, അതൊരു കറിയുണ്ട്, പിന്നെ
അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബാർ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ അവിടേക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് കരുതിയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ അവിടം വരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടൊരു സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ എനിക്കെന്നല്ല, നമുക്ക് രണ്ടുപേർക്കും ഇത് അത്ര നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല. മീൻസ് മോശം എന്നല്ല കേട്ടോ, ഒരു വൈബൊന്നും തോന്നിയില്ല, അങ്ങനെ ഒരു വൈബൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഇവിടെ എന്താ പറയുക, വൈനോ ലിക്കറോ ഡ്രിങ്ക്സോ ഒക്കെ അടിക്കുന്നവർക്ക് വന്നിട്ട് കഴിച്ച് ചില്ല് ചെയ്തിരിക്കാം. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെ DJ ആയിട്ടൊന്നുമില്ല, പക്ഷേ മ്യൂസിക്കും ഇതൊക്കെ ഭയങ്കരമായിരുന്നു. പക്ഷേ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പം ശരിക്കും നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല വൈബുള്ള ആൾക്കാർ, നല്ല DJ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രസമായിട്ട് തോന്നും. പക്ഷേ നമ്മൾ പോയപ്പോൾ ഇത് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. എല്ലാവരും അവരവർക്ക് വേണ്ടതൊക്കെ വാങ്ങിയിട്ട് അവരൊരു എന്താ പറയുക, വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ വൈബൊന്നും തോന്നിയില്ല. ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് തിരിച്ചങ്ങ് വന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ 3 nights 4 days ട്രിപ്പൊക്കെ കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാണ്. ഇനി താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 8 മണിക്ക് ബോട്ട് വരും. അപ്പോൾ 12:10 കേട്ടോ ഫ്ലൈറ്റ്. ഇനി എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ പോവാണ്. നമ്മുടെ ചെയ്യുന്ന ബോട്ട് ഒത്തിരി സ്പീഡ് ബോട്ടാണ് ഇവിടെ ഒത്തിരി പേരൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാൽദീവ്സിനോട് ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ചെക്കിനും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് മാൽദീവ്സ് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഒന്ന് കയറി നോക്കുകയാണ് കേട്ടോ. ശരിക്കും എയർപോർട്ട് ഭയങ്കര ചെറുതാണ്, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. പക്ഷേ എന്താ പറയുക, ഈ ഒരു ഡ്യൂട്ടി ഫ്രീ സൂപ്പറായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു വലിയൊരു മാള് പോലെ എനിക്ക് തോന്നി. അത്രയും അടിപൊളി ഒരു ഡ്യൂട്ടി ഫ്രീ ആണ്. ശരിക്കും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഫുഡിൻ്റെ ഏരിയ ആയാലും കോസ്മെറ്റിക്സ് ആയാലും ബ്യൂറേജസ് ആയാലും എല്ലാം ഉണ്ട്. ചോക്ലേറ്റ്സ് എല്ലാം ഇങ്ങനെ കണ്ട് നടക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ എല്ലാം നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ നോക്കി. എല്ലാം ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഫുൾ ഇങ്ങനെ അരിച്ചു പിറക്കി നടന്നു കേട്ടോ. പിന്നെ 2 മണിക്കൂർ വീണ്ടും റിമൈനിങ് ആയിരുന്നു ഈ ചെക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ ഫുൾ ഇവിടെ ഇങ്ങനെ അരിച്ചു പിറക്കി നടക്കുന്നില്ല. എനിക്ക് കണ്ടിട്ട് തീരുന്നില്ല, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഡ്യൂട്ടി ഫ്രീ ആണ്. ഞാനിവിടെയാണ് ഇങ്ങനെ ഇത്രയും നല്ല സൂപ്പറായിട്ട് കണ്ടിരിക്കുന്നത്. എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ കണ്ടു നടക്കാനായിട്ട്. പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. എല്ലാം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഫൈനലി ഞങ്ങളിത് ഈ ഫ്ലൈറ്റിൽ കയറിയൊക്കെയാണ്. മാൽദീവ്സിനോട് ഗുഡ് ബൈ പറയാനായിട്ട് സമയമായി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ലൈഫ് ടൈം മെമ്മറി തന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മാൽദീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഹണിമൂൺ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഈ ഒരു കുട്ടി ഹണിമൂൺ വിശേഷം. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.